മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒരു വിദ്വേഷകരമായ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യം, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന രീതിയിലുള്ള വിദ്വേഷ പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. ഇതിനെതിരെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തവനൂർ MLA KT ജലീൽ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നിങ്ങനെയാണ്: പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാറിന് ക്ഷേമം നേരുന്നു. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് താങ്കൾ. കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖൻ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ, കഠിനാധ്വാനത്തിലൂടെ ഉയർന്ന് സാമൂഹ്യ രംഗത്ത് പ്രശസ്തനായ വ്യക്തി, ലക്ഷക്കണക്കിന് അനുയായികളുള്ള SNDPയുടെ സമുന്നത നേതാവ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വം. ഈ നിലകളിലെല്ലാം അറിയപ്പെടുന്ന താങ്കളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുതായിരുന്ന വാചകങ്ങളാണ് അങ്ങയുടേത് എന്ന പേരിൽ വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം പ്രത്യേക രാജ്യം, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന് താങ്കൾ പ്രസ്താവന നടത്തിയതായിട്ടാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയിരിക്കുന്നത്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് കൊല്ലത്ത് ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ VC ആയി ഡോക്ടർ മുബാറക് പാഷയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന താങ്കൾ നടത്തിയത്. 2 വർഷം മുൻപ് താങ്കളുടെ വീട്ടിലെത്തി വിശദമായി അതേക്കുറിച്ച് സംസാരിച്ചു. വസ്തുത മനസ്സിലായപ്പോൾ പരസ്യമായി തന്നെ പിശക് തിരുത്തി. അന്ന് അങ്ങ് കാണിച്ച ആതിഥ്യ മര്യാദ ഒരിക്കലും മറക്കില്ല. അങ്ങയുടെ തെറ്റിദ്ധാരണ മാറുകയും അക്കാര്യം മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. തീർച്ചയായും താങ്കൾ കാണിച്ച മാതൃക അനുകരണീയമാണ്. ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് വെച്ച് ഇഫ്താറിൽ കണ്ടുമുട്ടിയപ്പോഴും നമ്മൾ സൗഹൃദം പങ്കിട്ടത് ഓർക്കുന്നുണ്ടാകുമല്ലോ. മലപ്പുറത്തെക്കുറിച്ച് അങ്ങ് നടത്തിയ പ്രസ്താവന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ ഏറെ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. 1967 EMS സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ ജനസംഘം ഉയർത്തിയ മുദ്രാവാക്യത്തിന് സമാനമാണ് താങ്കളുടെ വാക്കുകൾ. കോൺഗ്രസും എരുതിയിൽ എണ്ണയൊഴിച്ച് മലപ്പുറം വിരുദ്ധ നീക്കത്തിന് ശക്തി പകരുന്നു. അങ്ങേപ്പോലെ ഒരു നേതാവിൽ നിന്ന് താങ്കൾ നടത്തിയ പ്രസ്താവനയിലെ ചില വാക്കുകൾ ആരും പ്രതീക്ഷിച്ചതല്ല. പിന്നോക്ക വിഭാഗങ്ങൾ എന്ന നിലയിൽ ഈഴവരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമാണ് കേരളത്തിൻ്റേത്. താങ്കൾക്ക് വല്ല അനുഭവങ്ങളും മലപ്പുറത്തുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? മലപ്പുറത്തുകാരെങ്കിലും താങ്കളെ പറ്റിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും അങ്ങനെ സാമ്പത്തികമായി അങ്ങയെ വഞ്ചിച്ചിട്ടുണ്ടോ? മലപ്പുറത്തുകാർ കലർപ്പില്ലാത്ത സ്നേഹമുള്ളവരാണ് നടേശൻ സാർ. അവരോട് കുറച്ച് ദിവസം ഇടപഴകിയാൽ താങ്കളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. അങ്ങൊരു ശുദ്ധ പ്രകൃതക്കാരനാണ്. പറ്റിയ പിശക് തിരുത്താൻ താങ്കൾ മടി കാണിക്കാത്ത ആളാണെന്നത് എൻ്റെ നേരനുഭവമാണ്. മലപ്പുറത്തുകാരെ സംബന്ധിച്ച് താങ്കൾ ബോധപൂർവമല്ലാതെ പറഞ്ഞ വാക്കുകളിൽ വന്ന അബദ്ധം തിരുത്തുമെന്ന് എനിക്കുറപ്പാണ്. മുസ്ലിം ലീഗിലെ 7ാം കൂലികളായ മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബിനെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ താങ്കൾ അവഗണിക്കുക. PC ജോർജ് എന്ന വർഗീയ കൊമ്പരത്തോടാണ് താങ്കളെ അദ്ദേഹം ഉദാഹരിച്ചിരിക്കുന്നത്. എന്നെയും ആ ഗണത്തിലാണ് വിവരമില്ലായ്മയുടെ ആൾരൂപം ചേർത്ത് വെച്ചിരിക്കുന്നത്. ലീഗിന് പോലും വേണ്ടാത്ത മുടക്കാച്ചരക്കുകളുടെ പദപ്രയോഗങ്ങളെ ആ നിലയിൽ കണ്ടാൽ മതി. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളോ അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയോ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ താങ്കൾ ഗൗനിക്കേണ്ടതുള്ളൂ. മലപ്പുറത്തുകാരെ വേദനിപ്പിച്ച് താങ്കളുടെ പ്രസംഗഭാഗം അങ്ങ് തിരുത്തുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ഡോക്ടർ KT ജലീൽ എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത്. വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലീഗുകാരെ പോലെ എടുത്തു ചാടിയിട്ടില്ല. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ടാണ് പറയുന്നത്. മുൻപ് തൻ്റെ ഉണ്ടായ സ്വയം അനുഭവത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. നേരത്തെ ഇതുപോലെ ഉദ്ദേശ പരാമർശം നടത്തി. എന്നാൽ സത്യം മനസ്സിലായപ്പോഴത്തേക്കും അത് തിരുത്തിയ ഒരു ഉദാഹരണം കൂടി എടുത്തു പറഞ്ഞാണ് KT ജലീലിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത്.